നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സംഭാഷണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ആശയവിനിമയം നടക്കുന്നത് തന്നെ ഈ സംഭാഷണത്തിലൂടെയാണ് പ്രധാനമായി. ചിന്തകളുടെ തലത്തിലുള്ള ആശയവിനിമയം എല്ലാവർക്കും അത്ര സാധ്യമല്ല. ടെലിപ്പതി എന്നൊക്കെ പറയും. എങ്കിലും അത് സാധ്യമാണ്. പക്ഷേ നോർമലായിട്ടുള്ള ഈ ജീവിതത്തിൽ സംഭാഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലോകത്തിലേക്ക് തൊടുത്തു വിടുന്ന ഒരു മിസൈലാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതിൽ ക്രോധം പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് ലാലാജി മഹാരാജ് പറഞ്ഞു. ദേഷ്യം. അപ്പോൾ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. പല കഥകളും ഈ ദേഷ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പല പല സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമകളുണ്ടായിട്ടുണ്ട്. ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയും, അത് കേട്ട പാതി സ്ഥലം വിടുക, ദേഷ്യപ്പെട്ട് സ്ഥലം വിടുക, കുടുംബ ബന്ധങ്ങൾ ഇല്ലാണ്ടാവും. കുടുംബസമേതം എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ മനോജ് കെ ജയനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ കവീർ പെന്നമ്മയാണ്. ഒരു തെറ്റിദ്ധാരണയിൽ കവീർ പെന്നമ്മ തൻ്റെ ഭർത്താവായിട്ടുള്ള മധു മരിക്കാനുള്ള കാരണം ഈ മകനാണ് എന്ന് വിചാരിച്ചിട്ട് കടന്നു പോടാ, എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് അവനെ കാണണ്ട എന്ന് പറയുകയാണ്. അതോടു കൂടിയിട്ട് മനോജ് കെ ജയൻ നാടുവിട്ടുകയാണ്. പിന്നെ കാണുന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കബീർ പെന്നവയ്ക്ക് തന്നെ മനസ്സിലായി തൻ്റെ തെറ്റിദ്ധാരണയാണ്. പിന്നെ മകൻ അന്വേഷിച്ചിട്ട് കണ്ടെത്താനാവുന്നില്ല. ഇങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമുണ്ട്.
അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സെപ്പറേഷൻ്റെ ആ ഒരു സ്ഥലത്തുനിന്നും ഉണ്ടാവുന്ന ഒരു വികാരമാണ്. അതുകൊണ്ടാണ് ദേഷ്യവും ക്രോധവും കാമവും ദൈവിക ഗുണമാണെന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. നമ്മൾ ആ സ്രോതസ്സിൽ നിന്നും നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു പെയിൻ അത് പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് ദേഷ്യമാകുന്നു. ആ പെയിൻ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് കാമമാവുന്നു, സ്നേഹമാവുന്നു, പവിത്രമായിട്ടുള്ള ലവ് ആയി മാറുന്നു, ഡിവൈൻ ലവ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് രണ്ടും ശരിക്കും ഈക്വലി കണക്റ്റഡാണ്. നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വഴി തെറ്റുന്നത് എപ്പോഴാണ്? ദ മോമെൻറ്റ് വി സെപ്പറേറ്റ്. നമ്മളിപ്പോൾ നേരെ വഴിക്ക് നയിക്കുമ്പോൾ 1 ഇഞ്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വഴി തെറ്റി അങ്ങോട്ട് പോകും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജംഗ്ഷൻസിലൊക്കെ വഴി തെറ്റിപ്പോയ കഥകൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കുറേ കഴിയുമ്പോഴാണ് കിലോമീറ്ററോളം അപ്പുറം എവിടെയോ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ റിയലൈസേഷൻ, ഞാൻ വഴി തെറ്റി പോകുന്നു എന്ന റിയലൈസേഷൻ ഏറ്റവും എളുപ്പം വരുന്നത് തുടക്കത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്താൽ കറക്റ്റ് ചെയ്യുന്ന കാര്യം ഉണ്ടാവും. കുറേ കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും? ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും, ചിലപ്പോൾ ദിവസങ്ങളോളം എടുക്കും തിരിച്ചു വരാനായിട്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിഗ്രി സെപ്പറേഷൻ കഴിഞ്ഞാൽ എത്തുന്നത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ദേഷ്യത്തെ ഈ രീതിയിൽ ആണ് മനസ്സിലാക്കേണ്ടത് തോന്നുന്നു. നമ്മുടെ സെപ്പറേഷനാണ്, നമ്മുടെ ഒറിജിനലായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ അഹംബോധം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു അവസരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ഉടനെ തന്നെ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പോസ് ബിഫോർ യു റിയാക്ട് എന്ന് പറയുന്നത്. ഒരു ചിന്ത പുറത്തേക്ക് പ്രകടമാവുമ്പോൾ, അത് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വിക്ഷേപിക്കാൻ തയ്യാറാകുമ്പോൾ അതിനു മുമ്പ് ഒന്ന് പോസ് ചെയ്യണം. കാരണം പോസ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ യഥാർത്ഥ പ്രസൻസിനെ അവിടെ ഉദിച്ചു വരാൻ അനുവദിക്കുകയാണ്. പോസ് ആണ് ശരിക്കും ആ അബ്സല്യൂട്ട് ഈശ്വരൻ പ്രത്യക്ഷമാവുന്നത്. എവറിത്തിങ് കംസ് ടു എ മാൻ ഹൂ വെയിറ്റ്സ് എന്ന് പറയും, കാത്തു നിൽക്കുക. അപ്പോൾ ആകാശം മേഘാവൃതമായിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളപ്പോൾ മനസ്സിലാവും മേഘമല്ല സത്യം, മുകളിൽ ആകാശമുണ്ട്. നമ്മൾ പ്ലെയിനിൽ പോകുമ്പോൾ മേഘത്തിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും താഴെ മാത്രമേ ഇരുട്ടുണ്ടായി, മുകളിൽ സൂര്യപ്രകാശമാണ്. അപ്പോൾ ഇത് പോസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ പ്രസൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സെപ്പറേഷൻ്റെ ഈ മൊമെൻറ്റ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇറിറ്റേഷൻ വരികയാണ്, ആ മൊമെൻറ്റിൽ നമ്മളൊന്ന് പോസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിന് ശേഷം നമ്മൾ പറയുന്ന വാക്ക് ലോകത്തിലേക്ക് പോയി കഴിഞ്ഞു, ചിന്ത തന്നെ പോയി കഴിഞ്ഞു, അത് എത്രത്തോളം വ്യക്തികളെയും ജീവജാലങ്ങളെയും എല്ലാം ഹിറ്റ് ചെയ്തു നമുക്കറിയില്ല. ഇപ്പോൾ വാക്കുകൾ തന്നെ ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആൾ പറയും, സമൂഹത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്നു. എ സ്പാർക്ക് ഇഗ്നൈറ്റഡ് ബേൺസ് എ വില്ലേജ് എന്ന ലിയോ ടോൾസ്റ്റോയിൻ്റെ ഒരു കഥയുണ്ട്. 2 കുട്ടികൾ തല്ലുപിടിക്കുകയാണ് നെയ്ബർഹുഡിലുള്ള. അപ്പോൾ ഈ തല്ലുപിടി കണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള അമ്മമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ പേരൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിൽ ബന്ധുക്കൾ പങ്കെടുക്കും, നാട് തന്നെ പങ്കെടുക്കും, ഡിവൈഡഡ് ആവും. അവസാനം നാട് ഈ ദേഷ്യത്തിൽ ഒരു നെയ്ബർ മറ്റേയാളുടെ വീടുമ്പോൾ തീ കൊടുത്തപ്പോൾ എന്താണ്, നാട് മുഴുവൻ കത്തി നശിക്കും. തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുകയാണ്, കുട്ടികളതൊക്കെ മറന്നു കഴിഞ്ഞു. ഇവിടെ തിരിഞ്ഞു വരുമ്പോഴേക്കും നാട് മുഴുവൻ കത്തി നശിച്ചു. ഇനി അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊരു പാടാണ്, കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ദേഷ്യത്തു നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ വികാര പ്രകടനങ്ങൾ, അതിൽ നിന്നും ഉണ്ടാകുന്ന ഹേർട്ട്, വേദനകൾ, അത് നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം തിരിച്ച് നമ്മൾക്ക് നമ്മുടെ ബാലൻസിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആ പോയ വഴി കൂടെ തിരിച്ചു വന്നിട്ട് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ, സംസ്കാരങ്ങളെല്ലാം നമ്മൾ ആ സെപ്പറേഷനെ തുടക്കത്തിൽ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ട് സംഭവിച്ചതാണ്, ഈ ദേഷ്യത്തു നിന്നും വന്നതാണ്. ആ മൊമെൻറ്റ് ശരിക്കും നമ്മുടെ ഉള്ളിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ്. ഭഗവാൻ ശിവൻ കാമദേവനെ ഭസ്മമാക്കിയ പോലെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ഒരു മൊമെൻറ്റാണ് യഥാർത്ഥത്തിൽ ആ മൊമെൻ്റ് ഓഫ് സെപ്പറേഷൻ. സെപ്പറേഷനിലാണ് നമുക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. വലിയൊരു ഇൻവേർട്ടൻ്റുമാണത്. നമുക്ക് പൂർണ്ണമായിട്ട് മാസ്റ്ററിൽ കണക്റ്റഡായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ഡിവൈൻ എംബ്രേസ് എന്ന് പറയും, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളില്ലാണ്ടാവും, പ്രവർത്തിക്കണം. അപ്പോൾ ആ സെപ്പറേഷൻ്റെ പെയിൻ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ആ പെയിനിനെ നമ്മൾ ലോകത്തിലേക്കല്ല കൊടുക്കേണ്ടത്, നമ്മൾ മാസ്റ്ററുടെ വർക്ക് ചെയ്യാനുള്ള ഊർജ്ജമായിട്ട് മാറ്റണം. ഇപ്പോൾ ആറ്റം പൊട്ടിക്കഴിഞ്ഞാൽ ആറ്റോമിക് എനർജി ഡിസ്ട്രക്റ്റീവ് ആവുന്നു.
നേരെ മറിച്ച് ആ ആറ്റത്തിൻ്റെ എനർജി അതിനെ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുന്നു. കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സ്നേഹബന്ധങ്ങൾ അത് അതിനെ ശക്തി കൊടുക്കുന്നു. നേരെ മറിച്ച് ഒരു സെപ്പറേഷൻ വന്നാൽ എത്ര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം വെറുക്കുന്നത് പലപ്പോഴും നമ്മുടെ റിലേറ്റീവ്സിനെ ആയിരിക്കും. നമ്മുടെ കൂടെ കുറേ കാലം ജീവിച്ചിട്ടില്ല ബ്രദേഴ്സിനോടും അതുപോലത്തെ റിലേറ്റീവ്സ്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടും അങ്ങനെയുള്ള ശത്രുതയാണ് ഏറ്റവും വലിയ ശത്രുതയാവുന്നത്. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ മിത്രങ്ങൾ ശത്രുക്കളായി അതേപോലെ ശത്രുക്കൾ ഉണ്ടാവില്ല പറയും. അത്ര വലിയ ശത്രുതയാണ്. കാരണം ഈ സെപ്പറേഷൻ അത്ര സ്ട്രോങ് ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ക്രോധം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരുമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സിനെ റീകളക്ട് ചെയ്യാൻ നോക്കും. നൊസ്റ്റാൾജിയ, ഇതാണ് ഓരോ സ്വഭാവം. ഇപ്പോൾ സഹോദരൻ്റെ കൂടെ കളിച്ചിട്ടുള്ള സമയങ്ങൾ, അവർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട സമയങ്ങൾ, ഒന്നിച്ച് നമ്മൾ സ്കൂളിൽ പോയിട്ട സമയങ്ങൾ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട സമയങ്ങൾ, എത്ര 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 നല്ല നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാവും. അതൊന്നും കണക്കെടുക്കാതെ നമ്മൾ ഒരു ചെറിയൊരു മൊമെൻറ്റിൽ എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്തത്, അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? ഒന്ന് റീകളക്ട് ചെയ്യും, ഒന്ന് പോസ് ചെയ്യൂ, ഒന്ന് ഓർക്കൂ, ഇതാണോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം? അതല്ല, ആ നിമിഷത്തിൽ എന്തോ പറ്റി, സാരമില്ല, അതൊരു അബറേഷനായിരുന്നു, വിട്ടുകൊടുക്കൂ, വെയിറ്റ് ചെയ്യൂ, കാത്തു നിൽക്കൂ. അങ്ങനെയാകുമ്പോൾ ഡിസോൾവ് ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റീനെ തുടക്കത്തിൽ ഡിസോൾവ്, പിന്നെ അതൊരിക്കലും പ്രകടമാവാത്ത രീതിയിൽ. ആരെങ്കിലും നമുക്ക് ഗോസിപ്പ് ചെയ്യണമെങ്കിൽ പറയാം, എനിക്ക് കേൾക്കണ്ട, ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നോട് പറയണ്ട എന്ന് പറയാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ സംസ്കാരങ്ങളുടെ തുടക്കത്തിൽ നിബ് ദ ഈവിൾ ഇൻ ദ ബഡ്, അത് ഈ പോസിലൂടെ സാധിക്കും. ഇത് സാധിക്കാത്തതുകൊണ്ടാണ് ശത്രുക്കളാവുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മാറി ഇത്ര സ്നേഹത്തോടെ ജീവിച്ചിരുന്നൊരു സമൂഹം ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. അപ്പോൾ തുടക്കത്തിൽ മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഹീലിംഗ് ടച്ച്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കും. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളുടെ നെയ്ബേഴ്സിനെ തന്നെയാണ്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്തിലെത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ട ആവശ്യം വരികയാണ്. വേറെ മാർഗ്ഗങ്ങൾ നമുക്ക് നോക്കാം. വേറൊരു പ്രാക്ടിക്കൽ മാർഗ്ഗം, നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം, ഒരു ഡയറിയിൽ എഴുതാം, എന്നിട്ട് വായിച്ചു നോക്കുക. ഇത് പറയണോ? മിക്കവാറും പറയേണ്ടതെന്ന് തന്നെയാണ് തീരുമാനിക്കുക. അത് പറഞ്ഞ പോലെ എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് ആ പേപ്പർ ചുളിച്ച് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുക. അതുകൂടെ ദേഷ്യം അങ്ങോട്ട് പോകും. ഇപ്പോൾ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസും ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.